നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം അറിയാതെ, പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകും അതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്നുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു സത്യമാണ്. നിങ്ങളുടെ പേരിലെ ഒരു അക്ഷരം നിങ്ങളുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കും. അതെ, ജ്യോതിഷപരമായിട്ട് ഓരോ അക്ഷരത്തിനും ഒരു എനർജി ഉണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യം, ബന്ധങ്ങൾ, പണം, ജീവിതത്തിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഈ 2026 ഒരു സാധാരണ വർഷമല്ല. ഇത് പലർക്കും ഒരു ടേണിംഗ് പോയിന്റ് ഇയർ ആണ്. പക്ഷെ എല്ലാവർക്കുമല്ല, ഈ 3 അക്ഷരങ്ങളിൽ ഉള്ളവർക്ക് മാത്രം ജീവിതം മുഴുവൻ മാറുന്ന വലിയ മാറ്റം വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും, എൻ്റെ പേര് ഇതിൽ ഉണ്ടാകുമോ? അതറിയാൻ ഈ വീഡിയോ അവസാനത്തോളം കാണുക. കാരണം അവസാനം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഷോക്കാകും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ 3 അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നമുക്കിനി നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം എ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഭാഗത്ത് എത്തിയത് ഒരു യാദൃശിക സംഭവമല്ല, ഇതൊരു സൈനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ മാറ്റം വരാനിരിക്കുകയാണ്. അതിന്റെ ആദ്യ സൂചനയാണ് ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ പേര് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സുഹൃത്തുക്കള്, ബന്ധുക്കള്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള്, ഭർത്താവ്, ഭാര്യ, ഇങ്ങനെ ആരുടെയെങ്കിലും പേരിന്റെ ആദ്യ അക്ഷരം എ ആണോ? എങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. എ എന്ന അക്ഷരം സാധാരണ ഒരു അക്ഷരമല്ല. ജ്യോതിഷപരമായി നോക്കുമ്പോൾ എ റെപ്രസെന്റ് ചെയ്യുന്നത് തുടക്കത്തെയാണ്, അതായത് ബിഗിനിങ്ങിനെയാണ്, ശക്തിയെയാണ്, നേതൃഗുണത്തെയാണ്. എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ സാധാരണ ആളുകളല്ല. അവർക്ക് ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, ഒരു ഡ്രൈവ് ഉണ്ട്. പക്ഷെ അവരുടെ ജീവിതം എളുപ്പമല്ല എന്നതാണ് സത്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എ എന്ന പേരുള്ളവർക്ക് കാര്യങ്ങൾ എപ്പോഴും വൈകിയാണ് നടക്കുന്നത്. അവർക്ക് കിട്ടേണ്ടത് പലപ്പോഴും ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളെ ഇവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നു? ജീവിതത്തിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ എന്തുകൊണ്ട് ഞാൻ മാത്രം നേരിടേണ്ടി വരുന്നു? അതിന്റെ കാരണം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ബ്ലെസ്സിങ് വലിയതാണ് എന്നതാണ്. ഇപ്പോൾ പ്രധാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ 2026 ഇത് അല്ലെ. ഈ 2026 എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് വരും. എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഒരു വലിയ അവസരം നിങ്ങളെ തേടിയെത്താം. ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകാം. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. നിങ്ങൾ കാത്തിരുന്ന റെക്കഗ്നൈസേഷൻ നിങ്ങളെ തേടിയെത്തും, അതും ഒരേ സമയം. ഇതെല്ലാം തന്നെ ജീവിതത്തിൽ ഒരുമിച്ച് സംഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചേഞ്ച് ഓട്ടോമാറ്റിക് ആയി വരില്ല. നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വയ്ക്കുക. നെഗറ്റീവ് ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ മാറുക, അകലം പാലിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക. കാരണം 2026 വരുന്ന അവസരം ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് ആയിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 2026 ഒരു ദിവസം ഒരു ചെറിയ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റുന്ന ആ സംഭവം, അത് ഒരുപക്ഷെ ഒരു കോൾ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആയിരിക്കാം. പക്ഷെ അതിനുശേഷം നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല എന്നതാണ് സത്യം. എ എന്ന അക്ഷരമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തോറ്റിട്ടില്ല. നിങ്ങൾ ഡിലേ ആയതാണ്, ഡിനൈൻഡ് ആയതല്ല.
2026 എന്ന ഈ ഒരു വർഷം നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ മൊമെന്റ് ആണ്. അതുവരെ വിശ്വാസം കൈവിടരുത്, പ്രാർത്ഥന നിർത്തരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മിറാക്കിൾ വളരെ അടുത്തു തന്നെ നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എനിക്ക് നല്ല കാലം വരും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം എനിക്കുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. മനസ്സ് പതറിപ്പോകാതെ, അല്ലെങ്കിൽ മനസ്സിൽ ഒരിക്കലും ഒരു നിരാശ ഉണ്ടാവാതെ സൂക്ഷിക്കുക. കാരണം നിരാശകൾ പലപ്പോഴും നമ്മുടെ വിജയത്തെ പോലും ഇല്ലാതാക്കും. അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള കരുത്തും അതുപോലെ തന്നെ ശക്തിയും നൽകട്ടെ. അപ്പൊ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ എ ഈസ് മൈ പവർ എന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എസ് ആണ്. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു യാദൃശ്ചികതയല്ല, ഇതൊരു മെസ്സേജ് ആണ്, നിങ്ങളെ തേടി വന്ന ഒരു സന്ദേശമാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ മനസ്സിൽ മറുപടി പറയുക. നിങ്ങളുടെ പേര് എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരാളുടെ പേര് എസ് എന്ന അക്ഷരത്തിലാണോ തുടങ്ങുന്നത്? നിങ്ങളുടെ മക്കളുടെ, ബന്ധുക്കളുടെ, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിന്റെ, ഇവരുടെ ആരുടെയെങ്കിലും പേര് എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നുണ്ടോ? എങ്കിൽ ഈ ഭാഗം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. എസ് എന്ന അക്ഷരം ഒരിക്കലും ഒരു സാധാരണ അക്ഷരമല്ല. അത് ഒരു എനർജിയാണ്, ഒരു വൈബ്രേഷൻ ആണ്, ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ എസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്പിരിച്വൽ അവേക്കനിങ് ആണ്, സെൻസിറ്റിവിറ്റിയെയാണ്, സ്ട്രോങ് ഇന്നർ പവറിനെയാണ്. എസ് എന്ന അക്ഷരമുള്ളവർ പുറമേ സാധാരണ പോലെ തോന്നും, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു വേറിട്ട ലോകമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾ പലപ്പോഴും സൈലൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഒരുപാട് ആലോചിക്കുന്നവരായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. കാരണം നിങ്ങളുടെ മൈൻഡ് വളരെ പവർഫുൾ ആണ്. പക്ഷേ ഈ സെയിം ക്വാളിറ്റി തന്നെ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആളുകളെ വളരെയധികം വിശ്വസിക്കാറുണ്ട്, ഡീപ്ലി ലവ് ചെയ്യും, പക്ഷെ റിട്ടേൺ അതുപോലെ ലഭിക്കില്ല എന്നതാണ് സത്യം. നിങ്ങൾ നൽകിയത് പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? കാരണം നിങ്ങൾ ഓർഡിനറി അല്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നമ്മളിപ്പോൾ നിൽക്കുന്നത് 2026 അല്ലെ? എസ് എന്ന അക്ഷരമുള്ളവർക്ക് ഇതൊരു സാധാരണ വർഷമല്ല, ഇതൊരു ഡിവൈൻ ഷിഫ്റ്റ് ആണ്. 2026 നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ആൻസർ ആണ്, ഒരു ഇമോഷണൽ ഹീലിംഗ് ആണ്, ഒരു ഫ്രഷ് ബിഗിനിങ് ആണ്. നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പുതിയ എനർജിയോടെ. 2026 നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്പെഷ്യൽ പേഴ്സൺ കടന്നു വരും. അത് ഒരു സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാകും, ഇതാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ ഇവിടെ വലിയ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇഗ്നോർ ചെയ്താൽ ഈ ബ്ലെസ്സിങ് വൈകും. നിങ്ങൾ റോങ് ആയിട്ടുള്ള ആളുകളെ ട്രസ്റ്റ് ചെയ്താൽ, നെഗറ്റീവ് എനർജിയിൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട ഗുഡ് തിങ്സ് ഡിലേ ആകും. ആ ഒരു ഭാഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം. 2026 ഒരു ദിവസം നിങ്ങൾക്കൊരു സ്ട്രോങ് സിഗ്നൽ ലഭിക്കും. അത് ഒരുപക്ഷെ ഒരു കോൾ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു സഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അത് ഒരുപക്ഷെ വളരെ ചെറിയതായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അതാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ടേണിംഗ് പോയിന്റ്. എസ് എന്ന അക്ഷരമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. നിങ്ങൾ കരുതുന്നതിലും ശക്തരാണ് നിങ്ങൾ. നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും, ഓരോ ഡിസപ്പോയിൻമെന്റും എല്ലാം നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിരുന്നു. നിങ്ങളുടെ പ്രേയേഴ്സ് വെറുതെ ആയിട്ടില്ല. ദൈവം എല്ലാം കേട്ടിട്ടുണ്ട്. നിങ്ങൾ കാത്തിരുന്ന സമയം അടുത്തിരിക്കുകയാണ്. 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമാണ്. നിങ്ങൾക്ക് സമാധാനം, ക്ലാരിറ്റി, സന്തോഷം ഇവയെല്ലാം ലഭിക്കും. നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ എസ് ഈസ് മൈ പവർ എന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പേര് എം എന്ന അക്ഷരത്തിലാണോ തുടങ്ങുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളുടെ പേര്
എം എന്ന അക്ഷരത്തിലാണോ? നിങ്ങളുടെ മക്കളുടെ പേരുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും പേര് തുടങ്ങുന്നത് എം എന്ന അക്ഷരത്തിലാണോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു കോയിൻസിഡൻസ് അല്ല, ഇതൊരു കോളിംഗ് ആണ്. എം ഒരു സാധാരണ അക്ഷരമല്ല, ഇതൊരു പവർഫുൾ വൈബ്രേഷൻ ആണ്. ജ്യോതിഷപരമായിട്ട് എം റെപ്രസെന്റ് ചെയ്യുന്നത് മാസീവ് ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു മിസ്റ്ററി ആണ്, മാനിഫെസ്റ്റേഷൻ പവർ ആണ്. എം എന്ന അക്ഷരമുള്ളവർ ഈ ലോകത്ത് സാധാരണ ജീവിതത്തിനായി വന്നവരല്ല. അവർക്ക് ഒരു വലിയ ഡെസ്റ്റിനി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ജീവിതം എളുപ്പമായിരുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ അനുഭവിച്ചത് ഒരുപാട് ത്യാഗങ്ങളാണ്, ഒരുപാട് വേദനകളാണ്. ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി? കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെ വലിയതാണ്. വലിയ വിജയങ്ങൾക്ക് മുൻപ് വലിയ പരീക്ഷണങ്ങൾ വരും. നിങ്ങൾ അത് പാസ് ചെയ്തു. ഇപ്പോൾ 2026 കുറിച്ച് സംസാരിക്കാം. എം എന്ന അക്ഷരമുള്ളവർക്ക് 2026 കംബാക്ക് ഇയർ ആണ്. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ഫ്ലോ നിങ്ങളിലേക്ക് വന്നു ചേരും. കരിയർ ബ്രേക്ക് ത്രൂ ഉണ്ടാകും. ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം ഉയരും. 2026 നിങ്ങൾക്ക് സഡൻ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകും. പുതിയ ഇൻകം സോഴ്സസ് നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ 2026 അവസാനിക്കുന്നതോടെ വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അതെല്ലാം ഇനി റിസൾട്ടായി മാറും. ഇനി നിങ്ങളുടെ ഹൃദയം അതും ഹീലാകും. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് പീസ് നൽകുന്ന ഒരാൾ. നിങ്ങൾക്ക് ഫൈനലി മനസ്സിലാകും, ഇതാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പാസ്റ്റ് വിട്ടുകൊടുക്കണം. പഴയ വേദന പിടിച്ചു നിന്നാൽ പുതിയ ബ്ലെസ്സിങ് വരില്ല. ലെറ്റ് ഗോ ചെയ്യണം. 2026 ഒരു ദിവസം, ഒരു സംഭവം നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റും. അത് ചെറിയതായിരിക്കും, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലിയതായിരിക്കും. എം എന്ന അക്ഷരമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തോറ്റിട്ടില്ല. നിങ്ങൾ തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ പരീക്ഷിച്ചു. ഇനി റിവാർഡ് നൽകും. ASM ഈ അക്ഷരങ്ങളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ളത് തീർച്ചയാണ്. ഇതൊരു പ്രഡിക്ഷൻ മാത്രമല്ല, ഇതൊരു പ്രോമിസ് ആണ്. നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മൈ ടൈം ഈസ് 2026 എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക, കാരണം ഒരാളുടെ ജീവിതം മാറ്റാൻ ഇത് സഹായിക്കാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ 3 അക്ഷരങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ പേര് തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ, കുടുംബക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേര് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ വിജയം നിങ്ങളെ തേടിയെത്താം, അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്താം. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പലപ്പോഴും അത് നഷ്ടപ്പെടുന്നത്. അങ്ങനെയൊരു നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് ഈ ഒരു 2026 ദൈവവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ വർഷം കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.